ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഊട്ടിയിലും കുറേ സ്ഥലങ്ങളിലും പോയ കാര്യമാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൂസി, നീ എന്താടാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അതോ, എനിക്കൊന്ന് ഊട്ടി കറങ്ങാൻ പോകണമായിരുന്നു. പോകണോ? എന്നാൽ കുറച്ച് നേരത്തെ എന്താ പറയാത്തത്? അതോ, ഞാൻ ഇപ്പല്ലേ ഉറക്കം ഒഴിച്ച്. എന്നാൽ ശരി, എന്നാൽ നമുക്ക് പോയേക്കാം. ഇടുക്കി വരെ പോകണം. ആദ്യം നമുക്കൊന്ന് വെള്ളച്ചാട്ടം കണ്ടു നോക്കാം. നിനക്ക് എങ്ങനെയാടാ, ഇഷ്ടപ്പെട്ടോടാ വെള്ളച്ചാട്ടം? എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. വോ ഏ ഏ ഏ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കേട്ടോ. ആ ഊ എന്ത് സൂപ്പർ വെള്ളച്ചാട്ടമാണ് ഇത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ വരൂ കാണൂന്ന്. ഇപ്പം മഴ കൂടുതൽ പെയ്തോണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ടോടാ പൂസി? എനിക്കും ഇഷ്ടപ്പെട്ടു. കല്ലു, ജിമ്മി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. അവന്മാരും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കാൻ പോകുന്നു. എന്തൊക്കെയുണ്ട്? എൻ്റെ പുറകിൽ ഒരാൾ വന്ന് നിൽക്കുന്നു. ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ടായിരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. എന്തായാലും സൂപ്പർ വെള്ളച്ചാട്ടം തന്നെ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ? ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ നിൽക്കുന്നു. എൻ്റെ മുതുക് മൊത്തം നനയുന്നു. പൂസിയോടുകൂടി ചോദിക്കാം. പൂസി, എൻ്റെ ദേഹം എന്നെ നനഞ്ഞു? പിന്നെ അങ്ങ് നനയാതിരിക്കൂ. ഞാൻ ഇപ്പോൾ വെള്ളത്തിലല്ലേ ഇറങ്ങിയെന്ന്. പിന്നെ നീ വെള്ളത്തിൽ ഇറങ്ങൂലെന്ന് പറഞ്ഞ്? അതൊക്കെ ഞാൻ വെറുതെ പറയുന്നത്. എനിക്ക് കുരങ്ങെന്ന് പറഞ്ഞോളൂ. അതിനു മുമ്പ് കുരങ്ങനും വന്നു. റോഡ് സൈഡിൽ എത്ര ഫാമിലിയാടാ. എനിക്കിഷ്ടപ്പെട്ടു ഈ കുരങ്ങ് ഫാമിലി. എനിക്ക് മനസ്സിലായി ബൂസി, നീ അവരെ കൂടെ ഉള്ളതല്ലേ. നീയാ കുരങ്ങൻ? പിന്നെ ആ അമ്മക്കുരങ്ങ് ദാ നിൽക്കുന്നു. ഇവിടെ ഒരു പൂസിക്കുരങ്ങ് നിൽക്കുന്നു. എന്നെ പറയില്ല കേട്ടോ. നീയാണ് കുരങ്ങൻ. പിന്നെ നീ എങ്ങോട്ട് പോവാ ഇപ്പോൾ? പിന്നെ വണ്ടിയിൽ ആരും ഒന്ന് കയറുമോ? നീ വണ്ടി കയറിയിട്ട് ഉടനെ ഇറങ്ങണം. നമ്മൾ തേനിയിൽ മുന്തിരത്തോട്ടത്തിൽ. മുന്തിരയല്ലടാ, മുന്തിരി. അതുപോലെ നിനക്ക് പറയാറുണ്ട്. ഇവിടെ ജ്യൂസിന് 50 രൂപയുള്ളൂ. ഒരു സൂപ്പർ കടയാണ്. നമ്മൾ അകത്ത് കയറുമ്പോൾ ആരും പൈസയൊന്നും അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് കയറി നോക്കാം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഇത് പറിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തുള്ള സാധനത്തിന് ഇരട്ടി വിലയാണ്. അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അകത്ത് ഫ്രീ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പൈസയും എല്ലാമാണ്. കണ്ടോ, മുന്തിരി പറിക്കരുത്, ഉങ്കൾ മുന്തിരി സർക്കുമാ എന്നാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്. തേനി ആയതേ ഉള്ളൂ, അതിന് മുമ്പേ തമിഴായി. ഇത് തേനിയാണോ കമ്പമാണോ? പൂസി, വൈൻ കുടിച്ചിട്ട് നീ പറയടാ. സി, എന്താടാ മുന്തിരിക്ക് എന്താടാ വില വൈനിന്? പൂസി, നീ പോയി ചോദിച്ചേ. ഞാൻ ചോദിച്ചപ്പോൾ പറയുക ഒരു ബോട്ടിലിന് 750 രൂപ. ഇതാടാ പൂസി വാങ്ങിക്കാത്ത? ഞാൻ അപ്പം തന്നെ വാങ്ങിച്ചു കുടിച്ച്. പക്ഷെ എനിക്ക് തല കറങ്ങുന്നു. അയ്യോ. എന്നാ നീ അവിടെ കയറി ഇരുന്നോ, ഞാൻ ഒന്ന് മുന്തിരിയൊക്കെ ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ. ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് എൻ്റെ പുറകെ എല്ലാവരും കൂടി വന്ന്. ആദ്യം വിചാരിച്ച് ആരും കയറ്റി വിടത്തില്ലെന്ന്. അതിനും കൊള്ളാം. അത് മുമ്പ് നട്ട മുന്തിരിയാണ്. അതിപ്പോൾ കരിഞ്ഞു, എന്നാലും വീണ്ടും പൊടിച്ചു വരുന്നുണ്ട്. ഇതാണ് പച്ചമുന്തിരിത്തോട്ടം. ഞാനിപ്പോൾ അത് പറിക്കാൻ പോകുന്നു. ആക്ഷനാണ്. ഇതൊക്കെ ഉണ്ടോ? മുന്തിരിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇനി കുതിരയെ കണ്ടു പെട്ടെന്ന്. അയ്യോ, വെള്ളക്കുതിര, ഞാനാണ് കുതിര, ഞാനാണ്. ഈ പാടിയത് ഞാനാണ് കേട്ടോ. എനിക്ക് കുതിരയെ കണ്ടപ്പോൾ ഓട്ടിക്കാൻ തോന്നി. പക്ഷെ എനിക്ക് കുതിരക്കകത്ത് കയറുന്നത് എന്താ, നിന്റെ നാക്ക് തരുന്നില്ലേ? കുതിര പുറത്ത് കയറുന്നത് എനിക്ക് പേടിയാണ് കേട്ടോടാ പൂസി. നീ പോടാ. പോകുന്ന വഴിക്ക് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇത് നെല്ലിക്കൃഷിയാണ്. തമിഴ്നാട്ടിലും തേനിയിലും ഒക്കെ ഇതൊക്കെ കാണാൻ കഴിയും. കേരളത്തിൽ ഇപ്പം അത്രയൊന്നും ഇല്ലെങ്കിലും ഉണ്ട്. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇതൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചു പോച്ചയാണ്. എന്താടാ നീ പോച്ചയെന്ന് വിചാരിച്ച? അയ്യേ, നിനക്ക് നെല്ലിനെ കണ്ട അറിഞ്ഞൂടെ? പൂസി നിന്ന് കൂടുതൽ ജാട എടുത്തോണ്ടല്ലോ അടിക്കും ഞാൻ കേട്ടോ. അതെന്താടാ പിന്നെ? അത് എന്തോ പനയാണോ? അതെനിക്ക് തെങ്ങിനെ കണ്ട അറിഞ്ഞൂടെടാ.
ഇപ്പം എന്താ പറയില്ലേ നീ? ആ എനിക്ക് പറയാനൊക്കെ അറിയാം, നീ മിണ്ടാതിരുന്നു. എടാ നീ വീണ്ടും ഇറങ്ങണ വെളിയിൽ. എനിക്ക് പോയിട്ട് ചേരും ധൃതിയുണ്ട് കേട്ടോ. എന്താടാ നിന്നൊക്കകത്ത് ആരെങ്കിലും നിൽക്കുമെന്ന് പറഞ്ഞു? ഇല്ല ഇല്ല, ഞാനിപ്പോൾ അങ്ങോട്ട് പോട്ട്. ഞാൻ ഒന്ന് വെളിയിലിറങ്ങി ഒന്നിനൊക്കെ പോയിട്ട്. എടാ നിനക്ക് പബ്ലിക് പ്ലേസിലെ പറ്റും. ഇല്ലടാ, ഞാൻ കുറ്റിക്കാട്ടിൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാടാ. എടാ ആ കുറ്റിക്കാട്ടിലോ? ഞാൻ ഓടി നിന്റെ വീഡിയോ പിടിക്കുവാടാ. നിന്നെ നാണം കെടുത്ത്. എടാ അവനും ചെയ്യലേടാ, എന്നെ ഒരു വഴിയിൽ ഒരു ഹോട്ടലിൽ നിർത്തിയാൽ മതിയടാ. ഇപ്പോഴൊന്നും നിർത്താൻ പറ്റൂല. ഞാൻ കണ്ടില്ലേ, അങ്ങ് എത്തണം. അയ്യോ അത്രയും ദൂരം പോകും. എന്നാൽ ഈ വെള്ളത്തിൽ, വെള്ളത്തിൽ മുതലാണ് വേണ്ട. ഓ ഓ എവിടെ ടോളോ? ഇവിടെ ടോളൊക്കെ ഉണ്ടോടാ ഇവിടെ? അയ്യോ എന്നെ കയറ്റുവാടാ അതിനകത്ത്. നിന്നെ കയറ്റും. ടോളൊക്കെ ഞാൻ പണ്ട് കണ്ടതാ. എന്താടാ നിനക്ക് ഇനിയും പണ്ടോ? പാടാൻ നിനക്ക് എത്ര 5 വയസ്സല്ലേ ഉള്ളൂ? അവിടെ മിണ്ടാതിരിയാടാ പൂസി. ജിമ്മി നീയും. ജിമ്മി എന്താണെന്ന് ചോദിരാ. ഈ ഫുള്ളാണ് ഈ വണ്ടിക്ക്. എന്നിട്ട് ഇയാൾ പറയുക ഇതിൽ ബാലൻസ് ഒന്നും കാണിക്കുന്നില്ല, 20 രൂപ അടയ്ക്കണം കേട്ടോ. എന്നാ ശരി, അടച്ചേക്കാം. കേട്ടോ. നിങ്ങളെ പേരെന്തുവാ? എൻ്റെ പേര് പൊന്നമ്മ. ഈ പൂച്ചകളകത്തേറ്റം. പിന്നെ തോത്ത് കയറാതെ എന്തോ ചെയ്യണോ? എന്നെ ഡീന്ന് വിളിച്ചാൽ നിന്നെ അകത്താക്കും കേട്ടോ. ഇല്ല മേഡം, ഞാൻ ഒന്നും ചെയ്തില്ല മേഡം, ഞാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. ജിമ്മിയെ കണ്ടാൽ നിങ്ങൾ പേടിക്കും, അറിയാലോ. എന്താടോ? ഞാൻ ഇവിടുത്തെ ഹോം മിനിസ്റ്ററാന്ന് അറിഞ്ഞോ? ഇവിടുത്തെ മിനിസ്റ്ററാ ഈ കടയിലത്തെ. അങ്ങനെ ഇപ്പോൾ ഒരു കടയിൽ വണ്ടി നിർത്തി. നോക്കിയപ്പോൾ അതിന് എത്ര വിലയും ചോദിച്ചു പറയുക, ഒന്നിന് 150 രൂപ. വണ്ടി തൂക്കുന്ന സാധനത്തിന് 150 രൂപ. അത് ആരെങ്കിലും അത്രയും വിലക്ക് കൊടുക്കും? ശരി തന്നെ. അവളത് വാങ്ങിച്ചു. എന്നിട്ട് അവൾ തുടർന്ന് യാത്ര തുടരുന്നു. ജിമ്മിയോട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിമ്മി എന്താടാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ശകലം ചൊറിയട്ടെ ഞാൻ. ഓക്കെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടോ? എന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ ആരാടാ ഇഷ്ടപ്പെട്ടത് ജിമ്മി? ഒന്ന് മാറി നിന്നോണം, സ്ഥലം കാണിട്ട്. എന്തോടെ? ആട്ടും കൂട്ട ഇതാ വണ്ടി എടുത്താടാ, എനിക്ക് വേട്ടയാണ്. നീ ഇപ്പോൾ പന്നക്കുട്ടിയാവാൻ പോകുന്നോടാ. പന്നിക്കുട്ടിയല്ല, ജിമ്മി. കോൾ മീ ജിമ്മി. വണ്ടി ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇറങ്ങണം. നീ ഇറങ്ങുന്നുണ്ടോ? കണ്ടിട്ട് കൊതിയാവണം, വേണ്ട. എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാം. ടിഷ്ക. നീ എന്താടാ ഫൈറ്റ് ഉണ്ടാക്കുന്നു? ഹോട്ടലിൽ കയറുന്ന മൂസി, ബാത്റൂമിൽ പോടാ. ഞാൻ ഇപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാവേ. പൂസി ചെറുക്കൻ പോയടാ, ഇല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഇപ്പോൾ അവൻ മൊത്തം വൃത്തികേടാക്കിയത്. നീ പറഞ്ഞത് ശരിയാണ്. ഞാനും കണ്ട അവനെ ഇടയ്ക്ക് സ്മെല്ലൊക്കെ വന്ന് അവൻ വണ്ടിക്കകത്ത് വല്ലതും ചെയ്തോ? ഇല്ല. ദാ വരുന്നു പൂസി. അയ്യോ, അത് വേറെ ആൾക്കാരോട് നിൽക്കാറുണ്ട്. പൂസിയാന്ന് തോന്നിയതാ. ഇത് ചെമ്മരിയാടിൻ്റെ ക്രോസ് എന്നാ പറഞ്ഞത്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നല്ലേ. ഇത് അതിന് മുമ്പുള്ള സ്ഥലമാണ്. ഇവിടെ ടർക്കിയുണ്ട്, എല്ലാം കൃഷിയുണ്ട്. ഇത് ഞാൻ ഊണ് കഴിക്കാൻ വന്ന കടയിൽ അടുത്തുള്ള സ്ഥലമാണിത്. ഞാൻ ഇപ്പോൾ അവിടുത്തെ പാർക്കിൽ കയറുന്നു. ഞാനാണ് ആനപ്പാർക്കാണ് ഇതിനെല്ലാവരും പറയുന്നത്. ഞാനിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. കാര്യം പറയാൻ പറ്റുമോ? ഞാൻ മെയിനായിട്ട് പളനിയിലാണ് വന്നത്. അതുവഴിയാണ് ഊട്ടിയിലും എല്ലായിടത്തും പോയത്. അത് പളനിയിലെ നേരത്തെ കണ്ട അത് കടയാണ്. പിന്നെ അവിടുത്തെ ഇതാണ് അമ്പലത്തിൽ അത് ആയിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ചെണ്ടമേളം എല്ലാം നടക്കുകയാണ്. ഞാനും ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ കളിച്ചില്ല. അവിടെ ഭയങ്കര തിരക്കല്ലേ. ഞാൻ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി കളിച്ചില്ല. ഇതാ അവിടുത്തെ മെയിൻ ഉത്സവം പോലത്തെ. രാത്രി ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് വരുന്നത്. എന്തായാലും ക്ഷീണമൊന്നും തോന്നിയില്ല. നേരത്തെ കണ്ട ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇത് പറയുന്നത്. സൂപ്പർ കാഴ്ചയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൂസി നിനക്കോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിറ്റേ ദിവസം അവിടെ നിന്ന് തിരിച്ചു ഓണവഴിക്ക് ഇഷ്ടംപോലെ വിൻഡ് വില്ലിനെയൊക്കെ കണ്ടു. ഇവിടെ വിൻഡ് വില്ലിൻ്റെ സംസ്ഥാന സമ്മേളനം കണ്ടില്ലേ? പിന്നെ ഇവിടുത്തെ റോഡ് സൂപ്പർ റോഡാണ് അല്ലേടാ ജിമ്മി? എനിക്കും ഇഷ്ടപ്പെട്ടതാ ഈ റോഡ്. ഞാൻ ഇപ്പോൾ നീയൊക്കെ കൂടി എന്നെ ഒരു പെട്ടിക്കകത്ത് ഇട്ടുകൊണ്ടാണോ നീ വന്നത് വീട്ടിൽ?
വീട്ടിലല്ല, സോറി, കാറിൽ. ഓ, എന്നെ ആ കൂടോടെ നീ വണ്ടിയുടെ മണ്ടയെ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ശരി, ഞാൻ കാണട്ട്. അവൻ ജിമ്മിയെ ആ കാറിൻ്റെ മേലെയാണ് വെച്ചിരിക്കണത്. ആ ഇത് നോക്കിക്കോണം. ഊഫ്, സൂപ്പർ വില്ല്. ഓ, ഇനി തെങ്ങിൻ്റെ കൃഷി. ഓ ലല്ല, ഏയ് ലല്ല. ഓ ഓ, അയ്യോ അയ്യോ, സൂപ്പർ. എൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ കാണിക്കുക. ഇതാണ് ഫാക്ടറി, തമിഴ്നാടൻ ഫാക്ടറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏ ഓ, സംസാരിച്ച് തൊണ്ട വറ്റി. കുറച്ച് നേരം കരിക്ക് കുടിക്കാം. എനിക്ക് പൊതുവെ ഓറഞ്ച് കരിക്കാണ് ഇഷ്ടം. എനിക്ക് ആ ഓറഞ്ച് കരിക്ക് വേണോ? ഒന്നുമില്ല, ഞാൻ ഇവർക്കൊന്ന് പച്ചക്കരിക്ക് കൊടുത്തോട്ടെ. ആ ഓക്കെ, എനിക്ക് ഇതേ ഈ ഓറഞ്ച്. ആ നിൽക്കൂ, ഞാൻ ഇപ്പം തരാവേ. ഇവർക്കൊന്ന് കൊടുത്തോട്ടെ. മതി എണ്ണായി. ഓ, ഞങ്ങളൊക്കെ ഇപ്പോൾ വലിയ സുഹൃത്തുക്കളാണ്. ഓ, എന്താ പറയാനാ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്ന് പൂജയാണ്, ഇവരെ ആയുധ പൂജ, അതാണ്. ഓ, അങ്ങനെ ഞാൻ ഓറഞ്ച് കരിക്ക് കുടിക്കുകയാണ്. എടാ കണ്ടില്ലേ? സൂപ്പർ ടേസ്റ്റാണ്, ഇവിടെ വരണം. ഇത് തേയില കൃഷിയാണ്. ഇവിടെ തേയില കൃഷി എന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതാ തേയില കൃഷിയല്ലേടാ, മരക്കൃഷിയാടാ. നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടു. പൂസി അമ്മാവ, ഞാൻ നിന്റെ അമ്മാവനൊന്നും അല്ലേ. നീ കണ്ട് പേടിക്കാതെ നീ നേരെ നോക്കി വണ്ടി ഓട്ടുകയാണ്. ഓക്കെ, ഞാൻ നേരെ നോക്കി വണ്ടി ഓടിച്ചോ. കൊടും വളവാണ്. അയ്യോ അയ്യോ, എന്താടാ അയ്യോ എന്ന് പറയുന്നത്? നീ ബൈക്കിലും സ്കൂട്ടറിലല്ല, കാറിലല്ലേ? അപ്പോൾ മിണ്ടാതിരി അവിടെ. ആ, നീ പോടാ. ഓ ഓ, വെള്ളമൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടം. ഓ, ടിക്ക ഡിസു. എന്താടാ പാട്ട് പാടി കളിക്കുന്നത്? അതെ, വണ്ടി ഓട്ടില്ല, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പി. വേണ്ട സാറേ. ഓ, അങ്ങനെ. ഓ, ഇവിടെ എന്തോടെ മണ്ണ് മാത്രം. ഇവിടെ മണ്ണ് ഫാക്ടറി എന്തോടെ ഇത് എല്ലാം കൂടി. ഓ, എന്തോ വീട്ടിൻ്റെ പുറകിൽ എന്തെങ്കിലും കൃഷി. ഓ, കുറേ കളപ്പാട്ടത്ത് കളർഫുൾ വീട് കണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുറേ മരങ്ങളുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. എന്താടാ, നിനക്ക് സ്ഥലം അറിഞ്ഞൂടെ? അറിയാം ബൂസി. ഊട്ടിയിലേക്ക് പോകും മുമ്പുള്ള വഴിയാണ് ഇത്. ഇവിടെയാണ് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങാം. അതിനെന്താ, ഇറങ്ങാം കേട്ടോ. ജിമ്മി പൂസിയോട് വെച്ചാൽ ജിമ്മി പറയും, ജിമ്മിയോട് വെച്ചാൽ പൂസി പറയും. നില്ല്. നമുക്ക് ഇറങ്ങാം. ഓക്കെ. അകത്തൊക്കെ ഫോറസ്റ്റ് ആണല്ലോ. എന്തോ ലുക്കാണ്. താങ്ക് യു. എന്താടാ നീ മരത്തിൽ? മനസ്സിലായല്ലേ. എന്താടാ അതിനകത്തോട്ട് കയറി വരാൻ പറ്റൂലേ? പറ്റും. ഞാൻ എന്താണ്ട് വന്നു, പോയി. ഇവിടെ കുറെ കുരങ്ങന്മാർ നിൽക്കുക കേട്ടോ. ഞാൻ കണ്ടടാ. നീയാണോ ആ കുരങ്ങൻ? ആ പൂസി വെറുതെ നോണം കേട്ടോടാ. അല്ല, അവൻ ചോദിച്ചല്ലോ എന്താ തെറ്റ്. നീയാണോ കുരങ്ങൻ? എവിടെയാണോ കുരങ്ങൻ? ജിമ്മി, നീയും തുടങ്ങിയോ? വാടാ, നിനക്ക് കാണിച്ചു തരാടാ. പോടാ. ഇവന്മാർ പറയുന്ന തെറ്റാണെങ്കിൽ ഒരു സ്മൈലി കമൻറ്റ് വഴി അയക്കുക കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ടവനോട് കമൻറ്റ് ചെയ്യുക കേട്ടോ. പോകുന്നടാ കുരങ്ങൻ. എന്താടാ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേടാ? പോകുന്നു കുരങ്ങൻ. ഇത് കുരങ്ങനാണോ പൂച്ചയാണോടാ നിന്നെ പോലെ? ശരി. ഞങ്ങൾക്ക് ശകലം ലേറ്റാ, ഞങ്ങളെപ്പോലും അല്ലേടാ ജിമ്മി? അതെ, ഞങ്ങൾ ശകലം ലേറ്റാ. എനിക്ക് ഇയാളെ പിടിച്ച് കഴിക്കാൻ തോന്നുന്നു. നിനക്ക് എന്തിനാ കണ്ടാലും കഴിക്കണം. ഇപ്പോൾ ബിരിയാണി വാങ്ങി തന്നില്ലേ ഉള്ളൂ. അത് ശകലമില്ലേ ഞാൻ കഴിച്ചുള്ളൂ. അവൻ്റെ 4 പ്ലേറ്റ് ബിരിയാണിയാണ് ശകലം. പോടാ, നീ കളിയാക്കാതെ. നീയോ? ഞാൻ ആകപ്പാട് 1 പ്ലേറ്റേ കഴിച്ചുള്ളൂ. ആണോ? ഈ കുരങ്ങനെ, നീ പോടാ കുരങ്ങ. ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത്, നമ്മൾ സൂക്ഷിച്ച് വേണം. ചിലപ്പോൾ നമ്മളെ തലയിൽ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ചെറുക്കൻ? ഒരിടത്ത് കുരങ്ങനുണ്ട്. ആ കുരങ്ങൻ്റെ പേരാണ് മങ്കി. മനസ്സിലായോ? അവിടെ ആരാ നിൽക്കുന്നേ? ആരാണത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. നീ ആരാടാ? നീ അറിഞ്ഞാ തോന്നുന്നു നീ മുമ്പ് ആരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, അതിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. ആണോ? എന്നാ പോടാ. നീ കുരങ്ങൻ്റെ ഫാമിലി അതാ പറഞ്ഞത് കേട്ടോ. അയ്യോ, ഇയാൾ ഇച്ചിരി ഭീകരനാണെന്ന് തോന്നുന്നില്ല. അയ്യോ, ഓടിക്കോടെ. എന്താടാ ഓടാത്തെ? പോടാ. പഴക്കൊല വേണോടാ നിനക്ക്? പഴക്കൊല വേണോ? ഇവിടെ നീ കുറച്ച് വാഴ കൃഷി തുടങ്ങണം. എന്നാൽ നിനക്ക് ഡെയിലി കിട്ടുവാടാ.
ആ പൂസി നീ വീണ്ടും തുടങ്ങിയാണോ കളിയാക്കാം? ആണോ? എന്താടാ നിനക്ക് ഒരു ഡയലോഗേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പറയടാ. ആണോ ഈ സിംഹ കുഞ്ഞിന്? അത് സിംഹമല്ലടാ, കുരങ്ങനാണ്. ആ കുരങ്ങൻ കുഞ്ഞ് ഗർഭിണി കുട്ടിയാണ്. ആ കുട്ടി ആരാന്നറിയാമോ? എടാ നീ എന്നാ പോടാ, നീ ആശുപത്രി തുടങ്ങണം. ചിലപ്പോൾ തുടങ്ങിയെന്നിരിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം, എല്ലാം കണ്ടു കഴിഞ്ഞു. എന്നാ ശരി, ഓക്കെ, നമുക്ക് പോയാം. എങ്ങോട്ടാ? കൊടൈക്കനാലോ. ഇനി ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഞാൻ അടുത്ത ശനിയാഴ്ച പറയുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോസ്.